ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ പ്രോമോ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. റുമൈസേൻ്റെ കല്യാണ പിരിവാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് റുമൈസ റഫീഖിൻ്റെ കല്യാണമാണ് ഈ മാസം. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് അവൾ. അപ്പോൾ ഞാനാണ് അവളെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളവളെ ബ്രൈഡൽ ഷവറാണ് നടത്തുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞത് സർപ്രൈസ് ആയിരുന്നു. റുമൈസക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. രാവിലെ ഓൾ ക്ലാസ്സിൽ വന്നു, ഓളെ കയ്യിൽ നമ്മൾ ബാസ്ക്കറ്റ് കൊടുത്തപ്പോഴാണ് ഓൾ സംഭവം എന്താണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ റുമൈസാൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരു പ്രോഗ്രാമൊക്കെ വേണ്ടി കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം വരുന്നത്. ക്ലാസ്സിലെല്ലാവരും പിരിവെടുത്ത് കുറച്ച് പേര് കേക്കിൻ്റെ കാര്യങ്ങൾ നോക്കി, കുറച്ച് പേര് റെൻ്റൽ സാധനങ്ങൾ കൊണ്ടുവന്നു, കുറച്ച് പേര് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൂടി കൊണ്ടുവന്ന് ഞങ്ങൾ സെറ്റാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. എന്തായാലും ഞങ്ങൾ ഈ ഒരു പഠനകാലത്ത് ഞങ്ങൾക്ക് മറക്കാനാവാത്തൊരു മെമ്മറി തന്നെ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം. അങ്ങനെ ഞങ്ങളിതെല്ലാം സംഭവങ്ങളും സെറ്റാക്കി ഞങ്ങൾ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് അലമ്പാക്കരുത് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് വെച്ചത്. കാരണം ഞങ്ങൾക്ക് കോളേജിനകത്ത് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം മറ്റു ക്ലാസ്സുകളെ ഡിസ്റ്റർബ് ആവുന്നുള്ളൊരു ഇതുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തൊരു സ്ഥലം കണ്ടുവച്ച് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ പുറത്ത് ആക്ച്വലി ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ 1-2 പേരാണത് കണ്ടെത്തിയിട്ട് അവരൊക്കെ അങ്ങോട്ട് നേരത്തെ തന്നെ പോയിരുന്നു. അപ്പോൾ ഞാനുള്ള മേക്കപ്പും കാര്യമൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ആദ്യമേ തന്നെ പോകാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മളോളം ഒരുക്കി, പിന്നെ നമ്മുടെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്ത്, നമ്മുടെ യൂണിഫോമുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന തരത്തിലാണ് ഞങ്ങൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. കാരണം ഞങ്ങളിനി ഭാവി വക്കീലന്മാരാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഡ്രസ് കോഡും കേക്കും അതുപോലെ ബാക്കി എല്ലാ സെറ്റിങ്സും നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റുമൈസാനെ ഒരുക്കി. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാനും ജ്യോതി ചേച്ചിയും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാനും ജ്യോതി ചേച്ചിയും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാനും ജ്യോതി ചേച്ചിയോളം ഒരുക്കമായതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കൂടെ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ മുൻപേ അവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഓരങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ജ്യോതി ചേച്ചിയും പിന്നീടാണ് അങ്ങോട്ട് പോയത്. ഇവർ ഏതോ കാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ കണ്ട ഇത്ര ദൂരം കാടാ. ഞാനും ജ്യോതി ചേച്ചിയും കൂടി വഴി ചോദിച്ച് നടന്ന് പോവാണ്. എന്തായാലും പോയി നോക്കട്ടെ. ഓ എന്തൊരു വെയില. അതാകണ അവിടെ ആകണ. അടിപൊളിയായിണ്ടല്ലോ, സെറ്റിലേ. അപ്പോൾ ഇത് കുട്ടികൾ കളിക്കണ ഏതോ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംഭവം ഒന്നും വാങ്ങേണ്ടി വന്നില്ല, ആ ഒരു കമ്പിയൊന്നും. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഇവരിത് ഈ സംഭവങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കോളേജിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അവിടെ നിന്നിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നെങ്കിലും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം നല്ല തണുപ്പുള്ള ഒരു സ്ഥലം, നല്ല തണലും കാര്യങ്ങളൊക്കെ കണ്ടില്ല, വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അതാ കണ്ടില്ലേ, എല്ലാവരും ഓരോരോ പണിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്ന് പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ആ കൊട്ടകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ബാക്കി കേക്കിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രൈഡ് ടു ബീൻ്റെ ആ ഒരു കേർട്ടണും സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരോ സാധനങ്ങൾ ഇവിടെ സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഫോട്ടോ സെഷൻസ് ആരംഭിക്കുക എന്നുള്ള രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ ഒരുമിച്ചിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ സുന്ദരി ശ്യാമില. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ 2 പീരീഡല്ലേ അനുവദിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡ് മിസ്സാവണ്ടെന്ന് കരുതിയോണ്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ പെറുക്കി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. കണ്ടില്ല, ഓരോരുത്തർ തലയിൽ സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് പോണേ. ഭയങ്കര വെയിലായിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചാൽ മതിയെന്ന്. എല്ലാം കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു ഗൈസ്, എല്ലാം തീർന്നു. ഒരു വാട്ടർമെലൻ മാത്രമേ ഉള്ളൂ എനിക്ക് പൂശിക്കുള്ളത്. അപ്പം എല്ലാം എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ട് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോഴത്തേക്കും റുമൈസാനെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് നിന്നിട്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇവിടെ എല്ലാവരും കല്യാണത്തിന് ഒക്കെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കവാടത്തിന് മുൻപിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് പോന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.